ഹലോ ഫ്രണ്ട്സ്, വളരെ മികച്ച എൻ്റെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ്. ഒരു 9 മണിയപ്പോൾ അമ്മ ജോലിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഒരു 9:30 ഒക്കെ ആയപ്പോൾ ആയിരുന്നു വെച്ചു കേട്ടോ. അച്ഛനാണെങ്കിൽ ഇവിടെ പോയി അമ്പലത്തിൽ പോയേക്കുവാണ്. അതാണ് അച്ഛനും അമ്മയും കാണാത്തത്. ഞാൻ അന്നേരം ഓർത്തു പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആവാം എന്ന് വിചാരിച്ച് എഴുന്നേച്ചു. വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തൊന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷായി. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് കുളിച്ചിട്ട് വരാം, അതാകുമ്പം ആ പരിപാടി ഞാൻ കഴിയും. അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് മോയ്സ്ചറൈസർ ഇടുവാണ്. മോയ്സ്ചറൈസറും കവിളത്തും നെറ്റിയിലൊക്കെ നല്ലോണം ഇട്ട് അപ്ലൈ ചെയ്ത് നല്ലോണം മസാജ് ചെയ്ത് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആക്നെ പ്രോബ്ലം ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോൾ ആക്നെ പ്രോബ്ലത്തിന് രണ്ട് സൈഡിലും എനിക്ക് ഇടണം. അപ്പം നല്ല പിമ്പിൾസ് ഉണ്ട്. പിമ്പിൾസ് ഉള്ള സൈഡിലാണ് ഇടേണ്ടത്. ഇങ്ങനെ രണ്ട് കവിളിലും നല്ല പിമ്പിൾസാണ്. അപ്പം രണ്ട് സൈഡിലും ഞാൻ ഇട്ടതിന് ശേഷം കമ്മലെടുത്ത് ഇടുവാണ്. ഇല്ലെങ്കിൽ ഒരുമാതിരി ഇരിക്കും. അപ്പം കമ്മലൊക്കെ എടുത്തിട്ടു. കമ്മലൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് ഞാൻ മുടി നല്ലതുപോലെ ഒന്ന് കെട്ടുന്നുണ്ട്. നല്ല കിള്ളിപ്പിന്നി ഇടുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ നനഞ്ഞിരിക്കുവാണ്. ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അയച്ചിടുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങാൻ വേണ്ടിയിട്ട് നല്ലോണം കോതിയിട്ട് കിള്ളിപ്പിന്നിയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ പൊട്ടിയിരിക്കുന്നു. എന്നാൽ പൊട്ട് തൊട്ടേക്കാം, ശുണ്ടരി ആവട്ടെ എന്ന് വിചാരിച്ച് പൊട്ടൊക്കെ തൊട്ടു. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പോയി TV ഒക്കെ ഓൺ ചെയ്യുന്നു. അപ്പോൾ നോക്കിയപ്പോൾ റിമോട്ട് കാണുന്നില്ല. റിമോട്ട് തപ്പിയപ്പോൾ ദേ കിടക്കുന്നു. അപ്പം ദോശയും ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ എടുത്തേ. കുട്ടി ദോശ കേട്ടോ അമ്മ ഉണ്ടാക്കിയേ. ഞാൻ പറഞ്ഞില്ല അച്ഛൻ അമ്പലത്തിൽ പോയേക്കുവാണെന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ അച്ഛനത് കൊണ്ടുവന്നു. പായസമായിരുന്നു കൊണ്ടുവന്നത്. അതാകുമ്പോൾ നല്ല ചൂടുള്ള പായസമായിരുന്നു. ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അമ്മയുടെ കടയിലൊക്കെ കൊടുക്കണമായിരുന്നു. അങ്ങനെ അച്ഛൻ അതെല്ലാം അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ കൊണ്ടുപോയി പാത്രത്തിലൊക്കെ ആക്കി. അത് കഴിഞ്ഞപ്പോൾ എനിക്കും ഇച്ചിരി തന്നു. ഞാൻ ഇച്ചിരി അവിടെ ഇരുന്ന് കഴിക്കും കേട്ടോ, TVയും കണ്ടുകൊണ്ട്. നല്ല ചൂട്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നല്ല ശർക്കരയിലാട്ടോ നല്ലോണം പായസം വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് നേരം അത് ഇരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ റെഡി ആയിട്ടിരിക്കുവാണ് ഈ പായസം അമ്മയുടെ കടയിലോട്ട് കൊടുക്കാൻ. നോക്കിയപ്പം അപ്പുറത്ത് നമ്മുടെ ഒരു അമ്മ വന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടി ചിരിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഉച്ചയായപ്പം ചോറ് കഴിക്കുകയാണ്. ചോറിന് മീൻ വറുത്തതും ഇന്നലത്തെ മീൻ പറ്റിച്ചതും രസമായിരുന്നേ. അതൊക്കെ ഞാൻ നല്ലതുപോലെ കഴിച്ചു. വിശക്കുന്നുണ്ടായി. കറക്റ്റ് 1:30 ആയപ്പോൾ ചോറ് കഴിച്ചു. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 3:30 ആയപ്പോൾ എഴുന്നേച്ച് ഒരു ദോശയും സാമ്പാർ വരുന്നു. രാവിലത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ കഴിച്ചേ. അത് ദോശയൊക്കെ കഴിച്ചിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങാമല്ലോ എന്ന് വെച്ചാൽ പുറത്തോട്ടൊക്കെ ഇറങ്ങി ചെടിയൊക്കെ ഭംഗിയൊക്കെ നോക്കി. അപ്പോൾ ഞാൻ ഓർത്ത് അച്ഛനില്ലല്ലോ, അച്ഛൻ പുറത്ത് പോയി ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും സംസാരിച്ചിരിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ മുകളിലോട്ട് നോക്കിയപ്പോൾ ദേ തെങ്ങിലൊരു മരക്കൊമ്പത്ത് കാക്കി ഇരുന്ന് അതിൻ്റെ ഇണയെ വിളിക്കുവാണ്. എൻ്റെ ചെറിയൊരു ബ്ലോഗായിരുന്നു. താങ്ക് യു, ബൈ.